ഞാനും നിങ്ങളും ഒക്കെ ചെറുപ്പത്തില് ദാ ഇതുപോലെ കിടക്കയിൽ അല്ലെങ്കിൽ പായയില് സൂസു ഒഴിച്ചിട്ടില്ലേ? അയ്യോ, ഞാൻ കിടക്കയിൽ സൂസു ഒഴിച്ചു, ഇനി നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് നമ്മൾ ആ ചെറുപ്രായത്തില് ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ വളർന്നു വരുമ്പോഴാണ് ആ സ്വഭാവമൊക്കെ മാറി തുടങ്ങുന്നത്. ശരിയല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങൾ പുതിയ ടീച്ചർമാർ ടീച്ചർ എന്ന നിലയിൽ ഇപ്പൊ ജനിച്ചിട്ടേ ഉള്ളൂ. നിങ്ങളുടെ കരിയർ നിങ്ങൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു രീതിയിൽ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ഒരുപാട് ടീച്ചർമാർ എനിക്ക് തന്നെ അറിയാം, പേടിച്ചിട്ട്, അതായത് BEdും TTC ഒക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പഠിപ്പിക്കാൻ പോവാൻ പേടിയാണ്. അതുകൊണ്ട് ഒരുപാട് ടീച്ചർമാർ അങ്ങനെ പോവാതെ നിൽക്കുന്നവരുണ്ട്. നല്ല കഴിവുള്ള ടീച്ചർമാരാണ്, പക്ഷേ പേടി കാരണം പോകുന്നില്ല. പക്ഷെ എല്ലാ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും എല്ലാ കഴിവുകൾ ഉണ്ടായിട്ടും പഠിപ്പിക്കാൻ പോവാതെ പേടിച്ച് വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് എത്ര സങ്കടകരമായ ഒരു കാര്യമാണ്. സത്യം പറയാൽ ആദ്യം പഠിപ്പിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. തെറ്റുകൾ സംഭവിക്കും, അത് സ്വാഭാവികമാണ്. പിന്നീട് നമ്മളത് ശരിയാക്കി കൊണ്ടുവരികയാണ് ചെയ്യാറ്. എല്ലാ ടീച്ചർമാരും അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പേടിയാണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്ത് കരുതും, എന്റെ ലാംഗ്വേജ് ശരിയില്ല, അങ്ങനെയൊന്നും വിചാരിച്ച് ഒരാളും വീട്ടിലിരിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ കുട്ടികളെ നന്നായി സ്നേഹിച്ച് നിങ്ങളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സാലറി കുറവാണെങ്കിലും ചെറിയൊരു സ്കൂളിൽ ടീച്ചിങ് കരിയർ തുടങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. തുടക്കക്കാർക്ക് തങ്ങളുടെ തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് ബെസ്റ്റ് അങ്ങനെയുള്ള സ്കൂൾ തന്നെയാണ്. അല്ലാതെ ആദ്യം തന്നെ വലിയ സ്കൂളിൽ പോയി അവിടുത്തെ മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്ന രീതിയിൽ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ നിങ്ങൾ നല്ലൊരു ടീച്ചറാണ്, കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർ ആണെങ്കിൽ ചെറിയ സ്കൂൾ ആണെങ്കിലും നിങ്ങൾക്ക് അവിടെ വെച്ച് നല്ല എക്സ്പീരിയൻസ് തന്നെ കിട്ടും. നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിരിക്കുക. പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം എപ്പോഴും കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. നെഗറ്റീവായ ആളുകളിൽ നിന്ന് ദൂരെ നിൽക്കാനും അതേസമയം പോസിറ്റീവായ എനർജറ്റിക് ആയ ആളുകളുമായി കൂട്ടുകൂടാനും വേണ്ടി ശ്രമിക്കുക. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേറെ ആരാ വരിക? ആരും വരില്ല. നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യുക. നമുക്കറിയാം ആരും തന്നെ പെർഫെക്റ്റ് അല്ല. ഇനിയിപ്പോ ഒരാളെ 99% ആളുകളും പ്രശംസിച്ചാലും 1% ആളുകൾ അവിടെയും നെഗറ്റീവ് പറയാൻ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ പുതിയ ടീച്ചർമാർ നെഗറ്റീവ് പറയുന്നവരെ മൈൻഡ് ചെയ്യാതെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ BEd ഒക്കെ കഴിഞ്ഞ് TTC ഒക്കെ കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ പേടിച്ച് നിൽക്കുന്ന ടീച്ചർമാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോവുക. എന്ത് തന്നെ സംഭവിച്ചാലും അത് നേരിടാൻ വേണ്ടി തയ്യാറാവുക. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം കേട്ടോ.